നമസ്കാരം. ടാൻഡം PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ PSC ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം LSGS എക്സാമിൻ്റെ അതേപോലെ LP UP ഒക്കെ ഇന്റർവ്യൂ വരാൻ പോവാണ്. ഒരുപാട് പേര് ഇന്റർവ്യൂ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ ബാച്ചിൽ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അവർക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ വീഡിയോ കാണണമെന്നില്ല. അല്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം, ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും വിളിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തന്നെ ഈ LSGS ഇന്റർവ്യൂവിന്റെ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നിർത്തിവെച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചതിന് ശേഷം ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, LSGSന്റെ നമ്മുടെ ഇന്റർവ്യൂ ബാച്ച് ലൈവ് ക്ലാസ്സുകളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി റെക്കോർഡഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി ടൈമുള്ള ആളുകൾ, ഇപ്പോൾ ഈ ഒരു നാളെയോ മറ്റന്നാളെയോ തുടങ്ങുന്ന ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. പ്രത്യേകിച്ച് ഒരു 30ഓളം മണിക്കൂർ ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും കണ്ടു തീർക്കാൻ സമയമുള്ള ആളുകൾ മാത്രം അടുത്ത ആഴ്ചയൊക്കെയാണ് ഇന്റർവ്യൂ ഡേറ്റ് എന്ന് വരുന്നതെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ റെക്കോർഡഡ് ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യാം. അതോടൊപ്പം മോക്ക് ഇന്റർവ്യൂവിന്റെ റെക്കോർഡഡ് വീഡിയോസും ഉണ്ട്. അവർക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, സമയമുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. വെറുതെ നിങ്ങൾ ഫീസ് തന്ന് ജോയിൻ ചെയ്തതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം വേണം എന്ന് കൂടി കൂട്ടത്തിലൊന്ന് പറയുകയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇന്നലെയും ഞാനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കാര്യം ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് കൂട്ടിച്ചേർത്തത്. അപ്പോൾ നമുക്ക് ഇന്റർവ്യൂവിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നോക്കാം. അപ്പൊ നമുക്കറിയാം, ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും നമുക്ക് എന്തറിയും എന്ന് നോക്കാനല്ല ഇന്റർവ്യൂ നടക്കുന്നത്. നമ്മുടെ അറിവ് പരിശോധിക്കാൻ വേണ്ടിയാണ് 2 സ്റ്റേജിലൊക്കെ എക്സാമുകൾ നടന്നിട്ടുള്ളത്. LSGSന്റെ കേസിലാണെങ്കിൽ പ്രിലിംസ് നടന്നു, മെയിൻസ് തന്നെ 2 പേപ്പറായിട്ട് നടന്നു. അത്രയൊക്കെ പരീക്ഷ നടന്ന് നിങ്ങളുടെ അറിവൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് PSC. ഇനി നോക്കുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തറിയും എന്ന് മാത്രമല്ല, നിങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ പറയുന്ന ആൻസർ ഒരു ചോദ്യോത്തരവേളയിൽ ആൻസർ പറയുന്നത് പോലെ വെറുതെ പറഞ്ഞു പോവലല്ല, ആ ഒരു പ്രസന്റേഷന്റെ രീതി കൂടി നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയില്ല എന്നതുകൊണ്ട് പ്രശ്നമില്ല, ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും പഠിക്കാതെ പോകാൻ പാടില്ല. നമുക്കറിയാം, നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് 3 ഏരിയയാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ചോദ്യം ഉണ്ട്. അതേപോലെ അത് ഒന്ന്, നിങ്ങളുടെ ജോലി ചെയ്യാൻ പോകുന്ന ഏതൊരു ജോലിയാണോ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതോടൊപ്പം ജനറൽ ആയിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഏത് രീതിയിലാണ് ചോദ്യം വരിക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഒരുങ്ങേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നാളെയാണ് ഇന്റർവ്യൂ എങ്കിൽ ഇന്ന് രാത്രി നിർബന്ധമായിട്ടും നിങ്ങൾ നന്നായിട്ട് ഉറങ്ങിയിരിക്കണം. തലേന്ന് രാത്രിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ അതുകൂടി പഠിച്ചിട്ട് ഉറങ്ങും എന്ന് വിചാരിക്കരുത്. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് മതി. തലേന്ന് രാത്രി നന്നായി ഒരു 10 മണിക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ബെഡിലേക്ക് പോവുക. അതിനുശേഷം പിന്നെ ഉറക്കമൊഴിഞ്ഞിരുന്ന് പഠിക്കരുത്. കാരണം ആ ഒരു ഉറക്കമൊഴിക്കൽ പിറ്റേ ദിവസത്തെ ഇന്റർവ്യൂവിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതിനെ നന്നായി ബാധിക്കും. തലേ ദിവസം രാത്രി നന്നായി ഉറങ്ങിയാൽ മാത്രമേ പിറ്റേന്ന് ഇന്റർവ്യൂവിൽ നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത് അതാണ്, കൃത്യമായിട്ട് നന്നായിട്ട് ഉറങ്ങുക തലേന്ന് രാത്രി. പിന്നെ നേരത്തെ തന്നെ ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്തെത്തി, എവിടെയാണോ നിങ്ങൾക്ക് ഇന്റർവ്യൂ നിശ്ചയിച്ചിട്ടുള്ളത് അവിടെ നേരത്തെ എത്താൻ വേണ്ടി ശ്രമിക്കുക. ദൂരെ യാത്ര ചെയ്യാനുള്ള ആളുകളാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്, നിങ്ങൾക്ക് നല്ലത് തലേന്ന് രാത്രി തന്നെ അവിടെ എത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് സൗകര്യപ്പെടുമെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. തലേന്ന് രാത്രി മുഴുവൻ യാത്രയിലാവുക. ഒരു പക്ഷേ നിങ്ങൾക്ക് യാത്രയിൽ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇനി ഉറങ്ങാൻ പറ്റിയാൽ തന്നെ, ഇപ്പോൾ ട്രെയിനൊക്കെ ആണെങ്കിൽ ഡിലേ ആവുമോ എന്ന് പേടിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ അതുവരെ എത്തുന്നത്. ആ ടെൻഷനോട് കൂടിയായിരിക്കും നിങ്ങൾ ഇന്റർവ്യൂ ഹാളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ കുറച്ചൊക്കെ ലോങ് യാത്രയുള്ള ആളുകളാണെങ്കിൽ തലേന്ന് തന്നെ അവിടെ എത്തിയിട്ട് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം അതാണ്. അതൊരു കാര്യം. പിന്നെ ഡ്രസ്സിങ്ങിന്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊക്കെ അത്യാവശ്യം ധാരണയുള്ള ആളുകളായിരിക്കും. നല്ല ഒരു എക്സിക്യൂട്ടീവ് ഡ്രസ്സ് ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഓവർ വർക്കൊന്നും ഇല്ലാത്ത എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ ഒരുപാട് ആർഭാടങ്ങളില്ലാത്ത നമ്മുടെ ചെരുപ്പ് പോലും
പ്രത്യേകിച്ച് ലേഡീസൊക്കെ ആണെങ്കിൽ ഹീലുള്ള ചെരുപ്പൊക്കെ ഇട്ട് പോയി ഒരുപാട് നടന്ന് ചെല്ലുമ്പോൾ തന്നെ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന രീതിയിലുള്ള അത്തരം ചെരുപ്പുകളൊക്കെ ഈ ഒരു ദിവസത്തേക്ക് ഒഴിവാക്കുക. ഡീസന്റ് ആയിട്ട് ഒരു ഉത്തരവാദിത്വബോധമുള്ള ഒരു പോസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനനുസരിച്ച് നല്ല ഒരു ഡ്രസ്സിങ്ങിൽ നീറ്റ് ആൻഡ് ക്ലീൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സിങ്ങോട് കൂടി പോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഒരു ബയോഡാറ്റ തന്നിട്ടുണ്ടാകും, അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് നന്നായി ശ്രദ്ധിക്കുക. ബയോഡാറ്റയിൽ എഴുതുന്ന ഓരോ വരിയും ഓരോ ചോദ്യമാകും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അപ്പൊ നമ്മൾ എന്ത് കാര്യം അതിൽ എഴുതുന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം വരും എന്നുള്ളത് ബോധത്തോടു കൂടി തന്നെ എഴുതുക. അപ്പൊ പ്രത്യേകിച്ച് ഹോബീസ് ഒക്കെ എഴുതുമ്പോൾ വെറുതെ ആരുടെയെങ്കിലും ബയോഡാറ്റയിൽ കണ്ട ഹോബി അതേപോലെ പകർത്തി എഴുതാതെ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഹോബിയെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾ റീഡിംഗ് ആണ് എഴുതിയതെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും 2 പുസ്തകം എനിക്ക് റെഫർ ചെയ്യൂ എന്ന് പറഞ്ഞാൽ റെഫർ ചെയ്യാൻ പറ്റുന്ന 2 പുസ്തകങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ആ പുസ്തകത്തിന്റെ കഥാപാത്രങ്ങൾ ആരാണ്, അതിന്റെ കഥ എന്താണ്, എന്തുകൊണ്ട് ഞാൻ റെഫർ ചെയ്യുന്നു, എന്തുകൊണ്ട് എനിക്കത് റെഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പുസ്തകത്തിന്റെ തീമിന് ഇനി പ്രത്യേകതയുണ്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഹോബീസ് ഒക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ സിനിമയാണ് നിങ്ങളുടെ ഹോബി എങ്കിൽ നല്ല 2-3 സിനിമ നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന 2-3 സിനിമയുടെ പേരും അതിന്റെ ഡയറക്ടറുടെ പേരും കാര്യങ്ങളും ഒക്കെ ഓർത്ത് വെക്കുക. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതൊരു നല്ലൊരു സിനിമ സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്തുകൊണ്ട് അത് സജസ്റ്റ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു സിനിമയൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അതിലൊക്കെ എഴുതുന്ന എന്ത് കാര്യമാണെങ്കിലും, ഈ ബയോഡാറ്റയിൽ എഴുതുന്ന എന്ത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ചോദ്യം വരും എന്നുള്ള ബോധത്തോടു കൂടി തന്നെ എഴുതുക. പിന്നെ മിക്കവാറും ഒരു ഇന്റർവ്യൂ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിരിക്കും. മിക്കവാറും അങ്ങനെയായിരിക്കും പറയാം. അപ്പോൾ ഒരുപക്ഷെ ഇംഗ്ലീഷിലായിരിക്കും അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കും പറയാം. അവർ ഏത് ഭാഷയിലാണോ ആവശ്യപ്പെട്ടത് ആ ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പൊ അവർ ഇംഗ്ലീഷിലാണ് പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രം ഇംഗ്ലീഷിൽ തന്നെ പറയുക. ഇംഗ്ലീഷിൽ നിങ്ങൾ കോൺഫിഡന്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മലയാളത്തിലേക്ക് മാറാം. പക്ഷെ ഇംഗ്ലീഷിൽ ആണ് ചോദ്യമെങ്കിൽ അവർ ആൻസർ പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷേ ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ ശ്രമിക്കുക. ഇനി അവർ മലയാളത്തിലാണ് ചോദിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ ഇംഗ്ലീഷ് പറയാതിരിക്കുന്നതാണ് നല്ലത്, മലയാളത്തിൽ തന്നെ ആൻസർ ചെയ്യുന്നതാണ് നല്ലത്. മലയാളം നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്. ചില ആളുകളുണ്ടാവും പുറത്ത് ഒരുപാട് കാലം പുറത്തൊക്കെ ജോലി ചെയ്ത് അല്ലെ പുറത്ത് പഠിച്ചിട്ടുള്ള മലയാളം അത്ര ചില വാക്കുകളൊന്നും കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ ഉണ്ടാകും. അവർക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷെ മലയാളത്തിലാണ് ചോദ്യമെങ്കിൽ മലയാളമാണ് നല്ലത്. മലയാളത്തിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ഒന്നും വന്നു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. മലയാളത്തിൽ തന്നെ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെൽഫ് ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളാണ് പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. മിക്കവാറും നിങ്ങൾ ഒരു പക്ഷേ നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ PG നെറ്റൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങൾ പോകുന്നത്. ഒന്നുകിൽ ഈ LP UP അധ്യാപികയായിട്ടാണ് അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ആയിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇത്രയും ക്വാളിഫൈഡ് ആയിട്ട് ആ ഒരു ജോലി പ്രൊഫഷൻ സെലക്ട് ചെയ്യാതെ എന്തുകൊണ്ട് ഈ ഒരു പഞ്ചായത്ത് സെക്രട്ടറിയിലേക്ക് അല്ലെങ്കിൽ ഒരു LP സ്കൂൾ അധ്യാപികയിലേക്ക് വന്നു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകും. അതിന് ഉത്തരം മിക്കവാറും ആൾക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പറയാനുണ്ടാവുക ഒരുപാട് PSC എഴുതി, ഇതാണ് ഇപ്പൊ കിട്ടിയത്, ശരിയായതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു മറുപടി ആയിരിക്കും ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാനുണ്ടാവുക. പക്ഷെ അതല്ല നിങ്ങൾ പറയേണ്ട മറുപടി. ആ ഒരു പോസ്റ്റ് ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്ന പോസ്റ്റാണ്. ഇപ്പോൾ ഒരു നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് LPSAക്കാണ് പോകുന്നതെങ്കിൽ, LPST അല്ലെങ്കിൽ LP UP അസിസ്റ്റന്റിനാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ചോദിക്കും എന്തുകൊണ്ട് നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ട് കോളേജ് ലെവലിലേക്കൊന്നും പോവാതെ ഇവിടേക്ക് വരുന്നു എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ പറയേണ്ട നിങ്ങളെ മറുപടി, എനിക്ക് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് ചെറുപ്പം മുതലേ ഒരു വലിയ താല്പര്യമായിരുന്നു. നെറ്റൊക്കെ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ശരിയാണ്, പക്ഷെ എനിക്ക് വലിയ ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും എനിക്കൊരു മനസ്സിനൊരു സുഖം കിട്ടുന്നത്, എനിക്ക് താല്പര്യം ഈ ചെറിയ കുട്ടികളോടൊപ്പം ചെലവഴിക്കാൻ, അവരുടെ കളിയും കൊച്ചു കൊച്ചു തമാശകളും ഒക്കെ കണ്ട് അതെനിക്ക് വലിയ ഇഷ്ടമാണ് എന്നുള്ള രീതിയിൽ ആണ് മറുപടി കൊടുക്കാൻ നല്ലത്. കാരണം നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ജോലി കിട്ടാത്തത് കൊണ്ട് കിട്ടിയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് എന്നുള്ള ഒരു മറുപടി ഒരു പക്ഷേ ഇന്റർവ്യൂ ബോർഡിന് മുമ്പേ അത്ര നല്ലതാവില്ല. അതേപോലെ തന്നെ LSC സെക്രട്ടറി ആണ് ഇന്റർവ്യൂവിന് പോകുന്നതെങ്കിൽ അവിടെയും നിങ്ങൾ പറയേണ്ടത് ഈ ഒരു സെക്രട്ടറി എന്ന ജോലി ഒരുപാട് ഗ്രാസ് റൂട്ട് ലെവലിലൊക്കെ താഴെത്തട്ടിലുള്ള ആളുകളുമായിട്ട് ഇടപഴകാനും അവർക്ക് വേണ്ട അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു ജോലി എന്നുള്ള നിലക്ക് ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നു. അത് ചെറുപ്പം മുതൽ എനിക്ക് ആ ജോലി ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ അതിനെ പഠിച്ചത് മുതൽ ഞാൻ അറിഞ്ഞത് മുതൽ ആ ഒരു ജോലിയോടെ എനിക്ക് പ്രത്യേക താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കാം.
പിന്നെ നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തെ കുറിച്ച് ചോദ്യം ഉണ്ടാകുക, നിങ്ങളുടെ സബ്ജക്റ്റിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോകണം. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ അറിവ് അളക്കാനല്ല ഇന്റർവ്യൂ. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അറിയാത്ത കാര്യമാണെങ്കിൽ സാർ എനിക്കത് അറിയില്ല എന്ന് തന്നെ പറയാം. ഞാനത് ഇനി പഠിക്കാൻ ശ്രമിക്കാം, പഠിക്കേണ്ടതായിരുന്നു, എന്തോ ഞാനത് വിട്ടുപോയി, ഞാൻ പഠിക്കാൻ ശ്രമിക്കാം, ഇന്ന് തന്നെ ഞാനത് കുറിച്ച് പഠിക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള മറുപടി പറയാം. അറിയാത്തത് മണ്ടത്തരം ഒരിക്കലും പറയരുത്, എന്തെങ്കിലും ഊഹിച്ച് മണ്ടത്തരം പറയരുത്. ഇനി നിങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് വിചാരിക്കാം, ഒരു ചോദ്യം ചോദിച്ചു, ഉത്തരം 100% ഷുവറൊന്നുമല്ല, എന്നാലും എനിക്കൊരു സംശയമുണ്ട്, ഇന്നതാണ് ആൻസർ എങ്കിൽ നിങ്ങളത് ഇങ്ങനെ പറയാം, സാർ ഐ ആം നോട്ട് ഷുവർ, പക്ഷെ ഇതാണെന്ന് തോന്നുന്നു. ആ രീതിയിൽ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചില ആളുകളുണ്ടാവും ഇന്റർവ്യൂ ബോർഡിനോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന രീതിയിൽ മറുപടി പറയും. അതായത് ഇപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവൻകുട്ടിയാണോ? നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ അറിയാതെ വന്നു പോകുന്ന ചോദ്യങ്ങളാണ്. അത് മനഃപൂർവ്വം ഒരാൾ അങ്ങനെ ചോദിക്കൂല എന്ന് ഉറപ്പാണ്, പക്ഷെ ചിലപ്പോൾ നമ്മൾ അറിയാതെ വന്നു പോകും അത്തരം ചോദ്യങ്ങൾ. അത് ശ്രദ്ധിക്കുക. ഇന്റർവ്യൂ ബോർഡ് നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇരിക്കുകയല്ല, നമ്മോട് ചോദ്യം ചോദിക്കാൻ ഇരിക്കുകയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചോദ്യങ്ങൾ വിടാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറയാൻ ഒരു മടിയും വേണ്ട. എല്ലാ കാര്യങ്ങളും അറിയുന്ന ആരും ഉണ്ടാകില്ല. ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾ പോലും നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയുക എന്നുള്ളത് പോസിബിൾ അല്ല. അറിയാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ എനിക്ക് ഉറപ്പില്ല എന്നുള്ള രീതിയിൽ തന്നെ മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കുക. ഒരു 10 മിനിറ്റ് 15 മിനിറ്റാണ് അവരുടെ മുമ്പിൽ പരമാവധി നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഒരു ടൈം മാക്സിമം നിങ്ങളെ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിൽ ശ്രമിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ.